ഹരി ഓം. വിദ്യ നൽകി ആളുകളെ തുരീയ പദത്തിലേക്ക് ഉദ്ധരിക്കാൻ അയ്യപ്പ കാരുണ്യത്തിന് സാധിക്കും എന്ന് പരാമർശമുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാദാന സ്വീകരണ വിഷയത്തിൽ ചില ചിന്തകൾ ഇതിനു മുമ്പ് പങ്കുവയ്ക്കുകയുണ്ടായി. ചില കാര്യങ്ങൾ കൂടി ഇന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. എന്തിനാണ് പരീക്ഷ? പരീക്ഷ ഭയപ്പെടേണ്ട ഒരു കാര്യമായി കുട്ടികൾ കരുതുന്നതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ അങ്ങനെയാണ് അവരെ പരീക്ഷാ വിഷയത്തിൽ പരിചയപ്പെടുത്തിയത്. പരീക്ഷ എന്ന് പറയുന്നത് എൻ്റെ അറിവുകളെ തിരിച്ചറിയാനും അറിവ് കുറവുകളെ മനസ്സിലാക്കാനും അറിഞ്ഞതിൽ അഭിമാനിക്കാനും അറിവ് കുറവുള്ളത് പരിഹരിക്കാനും സഹായകമായ സംവിധാനമാണ്. ഇങ്ങനെ കുട്ടികൾക്ക് പരീക്ഷ പേടിക്ക് പകരം പരീക്ഷ എന്നുള്ളത് തങ്ങൾക്ക് തങ്ങളെ തന്നെ വിലയിരുത്തി മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനമാണ്. ആ നിലയ്ക്ക് ബോധ്യപ്പെട്ട് കിട്ടണം. ഈ കാര്യത്തിൽ അച്ഛനമ്മമാരും അധ്യാപകരുമൊക്കെ തപസ് ചെയ്യണം. തപസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റക്കാലിൽ നിൽക്കലോ അല്ലെങ്കിൽ നാല് ഭാഗത്തും തീയ് അഗ്നി ജ്വലിപ്പിക്കലോ ഒന്നുമല്ല. മറിച്ച് ഈ വിഷയത്തിൽ ആലോചന വേണം. തപ ആലോചനേ എന്നാണ് തപസ്സിനെ സംബന്ധിക്കുന്ന ഒരു വാഗർത്ഥ കൽപ്പന. ആലോചിക്കൂ. സ്വന്തം കുട്ടിക്കാലത്തെക്കുറിച്ച് ആലോചിക്കൂ. നമ്മൾ എത്ര പേടിച്ച് ജീവിതം തൊലച്ചു കളഞ്ഞിരിക്കുന്നു. കുട്ടികൾക്ക് ആ പേടി നൽകേണ്ടതുണ്ടോ? അതുപോലെ പഠിച്ച പല കാര്യങ്ങളും നമുക്ക് എത്രത്തോളം പ്രയോജനപ്പെടുന്നുണ്ട്? പ്രയോജനപ്പെടുമാറ് പാഠങ്ങൾ പഠിക്കാൻ കുട്ടികൾക്ക് സാധിക്കണ്ടേ? അതവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണ്ടേ? പഠിക്കാനുള്ള പാഠങ്ങളെ ജീവിതവുമായി ബന്ധപ്പെടുത്താൻ എത്രത്തോളം നമുക്ക് സാധിക്കുന്നുണ്ട്? അധ്യാപകന്മാരൊക്കെ ഈ വിഷയത്തിൽ ആലോചിക്കണ്ടേ? അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ പഠനം എന്നത് ഒരു ഉത്സവമായി മാറും. അറിവ് നേടാൻ ഒരാൾ സജ്ജമാകണമെങ്കിൽ അറിയാനുള്ള കൗതുകം ഉള്ളിലുണരണം, ജിജ്ഞാസ ഉള്ളിലുണരണം. അധ്യാപകന്മാരും മാതാപിതാക്കളും കുട്ടികളിലെ ജിജ്ഞാസ ഉണർത്താൻ തയ്യാറായാൽ അവരുടെ ഉണർന്നിരിക്കുന്ന ജിജ്ഞാസയിലേക്ക് അറിവിൻ്റെ ഹോമത്തെ ചെയ്യാൻ സാധിക്കും. ജിജ്ഞാസ അഗ്നിയായിട്ട് ജ്വലിക്കുമ്പോൾ അവിടെ അറിവാകുന്ന ഹവിസ് അർപ്പിച്ച് അവർക്ക് സമാധാനം നൽകാൻ സാധിക്കും. ഇങ്ങനൊരു പ്രക്രിയയായി വിദ്യാഭ്യാസം മാറണം. ഇതുപോലെ തന്നെ സന്തോഷം ഉള്ളിലുണർത്തിയിട്ട് വേണം വിദ്യ പകരാൻ. അങ്ങനെ പകരുന്ന വിദ്യ വളരെ ആസ്വാദ്യകരമായി സ്വീകരിക്കപ്പെടും. അറിവിൻ്റെ ആർജനത്തിൽ അവർക്ക് ആസ്വാദനമുണ്ടാവും. മറിച്ചിപ്പോൾ വിദ്വേഷത്തെ ഉണർത്തിയിട്ടും ഭയത്തെ ഉണർത്തിയിട്ടുമാണ് അറിവ് പങ്കുവയ്ക്കുന്നത്. സ്വാഭാവികമായിട്ടും അറിഞ്ഞത് അവരുടെ ജീവിതത്തിൽ ഭാരമാകും. അതൊരു മലീമസമായ അറിവായി മാറും. ഇത് പരിഹരിക്കാനുള്ള ഒരു ജാഗ്രത സമാജത്തിൽ വ്യാപകമായിട്ടുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. മന്ത്രി മുഖ്യൻ മണികണ്ഠനെ വധിക്കാൻ വിഷാന്നം കൊടുത്തു, സദ്യ ഊട്ടി കൊല്ലാൻ നോക്കി. പക്ഷേ ഗരുഡ ഭഗവാന്റെ അവസരോചിതമായ ഇടപെടൽ കൊണ്ട് മണികണ്ഠന് വിഷാന്നം ഭുജിച്ചത് ദോഷത്തിലേറെ ഗുണം സമ്മാനിച്ചു, കൂടുതൽ തേജസ്വിയായി മാറി. ഈ കാഴ്ച കണ്ട മന്ത്രി മുഖ്യനാകട്ടെ താപമുണ്ടായി, ഉള്ളിൽ ലജ്ജയുണ്ടായി, അസൂയയുണ്ടായി. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു പ്രയോഗമായിട്ട് ഭൂതനാഥ ഉപാഖ്യാനത്തിൽ നിരീക്ഷിക്കുകയാണ്, വായിക്കുകയാണ്. ലജ്ജയും താപവും അസൂയയും ഇത്യാദി വികാരങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ താൻ ചെയ്തത് പുനഃപരിശോധിക്കാൻ വേണ്ടി ആ വികാരങ്ങളുടെ ചിഹ്നങ്ങളെ, ലക്ഷണങ്ങളെ ഉപയോഗിക്കാനാണ് തയ്യാറാവേണ്ടത്. കാരണം നമ്മെ നന്മയിലേക്ക് നയിക്കുക എന്നുള്ളത്
പ്രകൃതി സംവിധാനത്തിൽ അന്തർഹിതമാണ്. എല്ലാവരും നമ്മൾ പ്രാർത്ഥിക്കില്ലേ, തമസിൽ നിന്ന് തന്നെ ജ്യോതിസിലേക്ക് നയിച്ചാലും, അതുപോലെ അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക് നയിച്ചാലും, മരണത്തിൽ നിന്ന് അമൃതത്വത്തിലേക്ക് നയിച്ചാലും, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കില്ലേ? എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഉപദേശിച്ചിരിക്കുന്നു? കാരണം പ്രയാണം എന്ന് പറഞ്ഞാൽ യാത്ര, നമ്മുടെ എല്ലാവരുടെയും സഞ്ചാരം, ഗതി, യാത്ര, ജീവിതയാത്ര, ഇത് ഈ പ്രകാരമാണ്. പ്രകൃതി അങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഭഗവത്ഗീതയിൽ ഒരു ഗംഭീര പ്രയോഗമുണ്ട്. എന്താ പ്രയോഗം? നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താതഗച്ഛതി. ഈ പ്രപഞ്ചം എന്നത് വെറും ആകസ്മികതയുടെ കേളീരംഗമല്ല. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തോന്നിയോണക്കല്ല ഈ പ്രപഞ്ചം വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ പിറകിൽ വളരെ കാരുണ്യം നിറഞ്ഞ, അനുകമ്പാർദ്രമായ, പ്രേമാദരം നിറഞ്ഞ ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ എല്ലാവരെയും മുന്നോട്ട് നയിക്കുന്നു. അത്തരത്തിൽ വ്യവസ്ഥ മുന്നോട്ട് നയിക്കുമ്പോൾ ഉള്ളിലൂറി വരുന്ന ചിന്തകളെ, ഉള്ളിൽ ഉദയം ചെയ്യുന്ന വികാരങ്ങളെ ഒക്കെ നോക്കി കണ്ടുകൊണ്ട് വേണം പ്രകൃതിയുടെ ഇടപെടലിനെ മനസ്സിലാക്കാനും നമ്മുടെ യാത്രയെ വേണമെങ്കിൽ ഗതി തിരിച്ചുവിടാനും. മന്ത്രിമുഖ്യനെ സംബന്ധിച്ചിടത്തോളം താപം തോന്നി, ലജ്ജ തോന്നി, അസൂയ തോന്നി എന്നുള്ളത് ഒരവസരമാക്കാമായിരുന്നു. തൻ്റെ തോന്നലുകൾ ആരോഗ്യകരമല്ല എന്ന് മനസ്സിലാക്കാമായിരുന്നു. പക്ഷെ അതിന് മുതിരാതെ മന്ത്രിമുഖ്യൻ മഹാറാണിയുടെ സവിധത്തിലെത്തി ആ അമ്മയെ മണികണ്ഠനെതിരായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. പറഞ്ഞു കൊടുത്ത ന്യായമാകട്ടെ, വരാനിരിക്കുന്നൊരു നന്മയ്ക്ക് വേണ്ടി തൽക്കാലം ഒരു തെറ്റ് ചെയ്താൽ തെറ്റില്ല എന്നാണ്. ഇങ്ങനെ ഒരു ആഹ്വാനം ഇന്ന് വ്യാപകമായിട്ടുണ്ട്. മന്ത്രിയുടെ ഈ ഒരു കുതന്ത്ര ചിന്ത, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നുള്ള ചിന്തയില്ലേ, അതിന്ന് പല പ്രകാരത്തിൽ സമാജത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. വിശേഷിച്ചും കുട്ടികളുടെ ഇടയിൽ, യുവജനങ്ങളുടെ ഇടയിൽ ഇതിനെതിരായിട്ടുള്ള ഒരു ജാഗ്രത, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്നുള്ള നയം ശരിയല്ല. കാരണം ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നിങ്ങൾ തെറ്റിൻ്റെ വഴിയെ അവലംബിച്ചാൽ അത് ഊർജ്ജച്ചോർച്ചയ്ക്ക് കാരണമാകും, കുറ്റബോധത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ലക്ഷ്യപ്രാപ്തി എത്ര ഉത്തമമായാലും ശരി അകലെയാവുകയുള്ളൂ. കുട്ടികൾക്ക് അവരവരുടെ ഇന്നലകളിലേക്ക് നോക്കുന്ന സമയത്ത് സന്തോഷം തോന്നണം, അഭിമാനിക്കാൻ കഴിയണം. അതാണ് അവർക്ക് ഭാവിയിലേക്കുള്ള പ്രയാണത്തിന് ഊർജം പകരുക. ഇപ്പം ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് മാർഗം എന്തുമാവാം. ഉദാഹരണമായിട്ട് പരീക്ഷയ്ക്ക് ഭംഗിയായിട്ട് എഴുതാൻ, ഉത്തരം എഴുതാൻ നിങ്ങൾക്കൊരു ആത്മവിശ്വാസവും ധൈര്യവും ഭയമൊഴിഞ്ഞ മാനസികാവസ്ഥയും വേണോ? അങ്ങനെയാണെങ്കിൽ ഈ ഗുളിക കഴിച്ചാൽ മതി, ഈ പൊടി സ്വീകരിച്ചാൽ മതി എന്നിങ്ങനെ മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്നവരുണ്ട്. അവർ കുട്ടികളോട് പറയുന്ന ഇതാണ്, നിങ്ങൾക്ക് എല്ലാ ഭാരവും ഒഴിഞ്ഞ ഒരവസ്ഥയുണ്ടാവും, വലിയൊരു തൻ്റെടം ഉള്ളിൽ തോന്നും, പരീക്ഷ ഒരു പ്രശ്നമല്ലാതെ നിങ്ങൾക്ക് അനുഭവപ്പെടും, എന്ത് വന്നാലും കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ പ്രേരണയ്ക്ക് കുട്ടികൾ വഴങ്ങിപ്പോയാൽ പരീക്ഷ എഴുതുക, നല്ല മാർക്ക് വാങ്ങിക്കുക എന്നുള്ള ലക്ഷ്യമില്ലേ, അതിനുവേണ്ടി മാർഗം സാധൂകരിക്കപ്പെടുക. ഇത് ശരിയല്ല. ഈ രീതിയിലുള്ള ഒരു ചർച്ച കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ, സമാജത്തിലുണ്ടാകട്ടെ. കാരണം മയക്കുമരുന്നിൻ്റെ സ്വാധീനം അത് വളരെ കരാളമായ വിധം പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രതിരോധിക്കാൻ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നില്ല എന്ന നിലയിലുള്ള ചിന്താഗതി വ്യാപകമായി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. മഹാറാണി അഭിനയത്തിന് തയ്യാറായി.
തനിക്ക് അസഹനീയമായ തലവേദനയാണ്. പ്രഭോ, ഏതെങ്കിലും പ്രകാരത്തിലുള്ള ചികിത്സ കണ്ടുപിടിച്ച് ചെയ്യൂ, ഇല്ലെങ്കിൽ ഞാൻ പ്രാണൻ വെടിയേണ്ടതായിട്ട് വരും, അത്രയും അസഹനീയമാണ് എന്ന് നിലവിളിച്ചു. വാൽമീകി രാമായണ ചരിതത്തിലെ കൈകേയിയെ പോലെ അത്തരത്തിലുള്ള ഒരു സംബന്ധം ഈ കഥയിൽ നന്നായിട്ട് കാണാം, ഈ ചരിത്രത്തിലുമുണ്ട്. ഏതായാലും മഹാറാണി തനിക്കൊരു മഹാവ്യാധി പിടിപെട്ടിരിക്കുന്നു എന്ന് വിലപിക്കുക. മഹാരാജാവാകട്ടെ അടുത്ത് വന്ന് സാന്ത്വനിപ്പിച്ചു. ഉത്തമരായ വൈദ്യന്മാരെ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, മന്ത്രി മുഖ്യനോട് ഞാൻ പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന് മറുപടി പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അങ്ങനെ വളരെ വിശിഷ്ടനായ വൈദ്യൻ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് മന്ത്രി മുഖ്യൻ ഒരാളെ കൊണ്ടുവന്നു. അയാൾ തലവേദനയുടെ ഗതിവിഗതികളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് വിധിച്ചു. എന്താ പരിഹാരം? പുലിപ്പാൽ കൊണ്ട് മാത്രമേ ഈ മാരകമായ വ്യാധി പരിഹരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും പ്രകാരത്തിൽ പുലിപ്പാൽ സംഘടിപ്പിക്കാൻ പറ്റുമോ? ഇതാണ് വൈദ്യർ ഉന്നയിച്ച ആവശ്യം. പുലിപ്പാൽ കൊണ്ടുവരണം. ആര് കൊണ്ടുവരും ഈ പുലിപ്പാൽ? മന്ത്രി മുഖ്യൻ്റെ ലക്ഷ്യം വ്യക്തമാണല്ലോ. ബാക്കി നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം. ഹരി ഓം.